ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വി.എസ്. സർക്കാരിൻ്റെ കാലത്ത് നൽകിയ അഫിഡവിറ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പിന്നീട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നൽകിയതെന്നും അതേ കാര്യം തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പോകുന്നത് എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. നാളെ, അതായത് മാർച്ച് 14 തീയതിക്ക് മുമ്പായി ഇക്കാര്യത്തിൽ യുവതീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്ന വിശാലമായ ഭരണഘടനാ ബെഞ്ച് വീണ്ടും ആ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനോട് നിലപാട് ചോദിച്ചിരുന്നു. അതേ നിലപാട് തന്നെ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലപാട് CPM എത്രമാത്രം ഓൺ ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, ആചാര സംരക്ഷണം എന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക്, കോമൺ മുദ്രാവാക്യത്തിലേക്ക് UDF-ഉം LDF-ഉം വരികയാണോ എന്ന തോന്നലുണ്ടാക്കുന്നതാണ് ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെയും CPM-ൻ്റെയും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാട് ഒന്ന് തന്നെയാണെങ്കിൽ മുൻപ് ശബരിമല വിധി വന്ന സമയത്തെ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ പ്രസ്താവനകൾ അത് ഇന്നത്തെ നിലപാടിനെ എങ്ങനെ സാധൂകരിക്കും? ഇക്കാര്യത്തിൽ സർക്കാർ യൂട്ടേൺ അടിക്കുകയാണോ, അതല്ല CPM സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാദൗത്യത്തിലാണോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി മാധ്യമപ്രവർത്തകൻ A. സജീവൻ, ശബരിമല ആക്ടിവിസ്റ്റായിരുന്ന ബിന്ദു അമ്മിണി, ഇടത് സഹയാത്രികൻ രാജേഷ് ചെറുപ്പാട്ട്, കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയക് എന്നിവർ. ആദ്യം ബിന്ദു അമ്മിണിയിലേക്ക്. ബിന്ദു അമ്മിണി, സർക്കാരിൻ്റെ നിലപാട്, ഞാൻ പാർട്ടിയുടെ നിലപാടെന്നല്ല പറയുന്നത്, സർക്കാരിൻ്റെ നിലപാട് എല്ലാ കാലത്തും ഒന്നു തന്നെയാണ്. ഭരണഘടനാപരമായ സമത്വം ഈ വിഷയത്തിലും സ്ത്രീകൾക്ക് ആവശ്യമാണ്, അത് നൽകേണ്ടതാണ്. അത്തരം ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായാലും അത് നല്ലതാണ്. പക്ഷേ അത് കോടതി ഇടപെട്ടിട്ടാണോ ആ മാറ്റം ഉണ്ടാക്കേണ്ടത്, അതല്ല അതത് സമൂഹങ്ങളിൽ നിന്ന് ആ മാറ്റം ഉണ്ടാവുന്നതാണോ നല്ലത് എന്ന ഒരു ചിന്തയ്ക്ക് അങ്ങനെ ഒരു നിലപാട് കോടതിയിൽ അറിയിക്കുകയാണ് എല്ലാ കാലത്തും സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? നമുക്ക് നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട്. അത് സമൂഹത്തിൻ്റെ പൾസ് നോക്കിയിട്ടോ സാമൂഹ്യമായ മാറ്റം വരുന്നത് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ മറ്റ് അന്താരാഷ്ട്ര തലത്തിലടക്കമുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുടെ നവോത്ഥാന മൂവ്മെൻറ്റുകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പൾസ് നോക്കിയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുക, സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രതിലോമകരമായ ഒന്നാണ്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുള്ള മനുഷ്യാവകാശങ്ങളും മൗലിക അവകാശങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഇന്ത്യയിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ തുല്യതയിലൂന്നിയ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലൂന്നിയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ, കേരള സർക്കാർ, അതിപ്പോൾ ഇടതോ വലതോ ആരോ ആയിക്കൊള്ളട്ടെ, എല്ലാ സർക്കാരുകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ നാളിതുവരെ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് ശേഷം ഇവിടെ ചില ആസൂത്രിതമായിട്ടുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുകയും യുവതി പ്രവേശനത്തിൽ നിന്നും പിന്മാറുവാൻ സർക്കാരിനെ മേലെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തെ ചില അധികാരം ത്യജിക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെ ഇടതുപക്ഷ സർക്കാർ അടക്കം ഇതിനോട് കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഇപ്പം നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്ന അനുസരിച്ചിട്ട് ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നിയ അഫിഡവിറ്റ് തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോഴും തൊട്ടു മുന്നേ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ടുള്ള ജയകുമാർ സാർ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരായിട്ട് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അഫിഡവിറ്റ് നൽകും എന്നുള്ളതാണ്. നമുക്ക് എന്ത് വിശ്വസിക്കണം? അഫിഡവിറ്റ് പുറത്തു വരുന്നിടം വരെ നമ്മുടെ കൈകളിൽ നിലവിൽ ഫയൽ സർക്കാരിന്റെ നിലപാടും ഒരുപക്ഷെ രണ്ടായിരിക്കാം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതും സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്, സർക്കാർ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇത്തരം സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, നിയമങ്ങളൊക്കെ തന്നെ ഭരണഘടനയ്ക്ക് വിധേയമായി നിൽക്കേണ്ട സ്ഥാപനങ്ങളും മറ്റ് നിയമങ്ങളും ഒക്കെ തന്നെയാണ്. ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രത്യേകമായി പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു നിയമങ്ങളും ഈ മൗലിക അവകാശങ്ങളെ ലംഘിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസാധുവാകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു
സ്റ്റാറ്റ്യൂട്ട് മൂലം രൂപീകരിച്ചിട്ടുള്ള ഒരു ബോഡിക്ക് ഭരണഘടനയെ തള്ളിക്കളയുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടെടുക്കുവാനുള്ള ഒരു അവകാശമില്ല എന്നിരിക്കെ ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പൊളിറ്റിക്കൽ നിയമനങ്ങളിലൂടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഭരണഘടനയെ തള്ളിപ്പറയുന്ന നിലപാടെടുക്കുന്നത് വളരെ പ്രതിലോമകരമാണ്. ഇവിടെ ഇന്ന് അനാചാരങ്ങളും ജാതിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല ആളുകളും നമ്മളോട് പറയുന്നത് ഈ ഹിന്ദു എന്ന് പറയുന്ന ആ സ്പെക്ട്രത്തിനകത്ത് വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഹിന്ദു മതത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള വൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ RSSന്റെ പ്രതിനിധികളൊക്കെ വന്നിട്ട്. പക്ഷേ അങ്ങനെ വൈവിധ്യം അത് ഭയങ്കര കോൺട്രഡിക്ടറിയാണ്. വൈവിധ്യം സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വളരെ ബ്രോഡാണ്. ആ ഒരു അംബ്രല്ലയുടെ അണ്ടറിൽ ഈ പറയുന്ന പോലെ തന്നെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് അവർ പറയുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും ശബരിമലയിൽ പോകാനുള്ള ആളുകളുടെ അവകാശത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്, പോകാതിരിക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ റെഡി ടു വെയിറ്റ് ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. പക്ഷേ പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കേണ്ടതാണ്. ശബരിമലയിൽ മാത്രമല്ല, ഭരണഘടന അനുശാസിക്കുന്ന തുല്യത ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലായിടങ്ങളിലും സ്ത്രീകൾക്കും മറ്റ് ജെൻഡറിൽപ്പെട്ട മനുഷ്യർക്കും എല്ലാ ആളുകൾക്കും തുല്യതയോടു കൂടി ജീവിക്കാനുള്ള ഒരു അവകാശം സ്ഥാപിച്ചു തരാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് സർക്കാർ എന്ന് പറയുന്നത്. ആ സർക്കാരിന് ഈ ഭരണഘടന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു സമീപനം അത് ഒട്ടും ആശാവഹമായ ഒന്നല്ല. എന്തെങ്കിലും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു സമീപനം എന്നുണ്ടെങ്കിൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇടതും വലതും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും, മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് അടക്കം ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോഴും എനിക്ക് പ്രത്യാശയുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് EMSന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭ നമുക്കറിയാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായില്ല, അധികാരം ത്യജിക്കാൻ തയ്യാറായവരാണ്, എന്തെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായവരല്ല. അതിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഈ പാർട്ടിയിൽ നിന്ന്, ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒരിക്കലും സ്ത്രീവിരുദ്ധമായ ഒരു സമീപനമോ ഭരണഘടനയെ തള്ളിക്കളയുന്ന ഒരു സമീപനമോ എടുക്കില്ല എന്നും മറിച്ചൊരു അഫിഡവിറ്റ് കൊടുത്ത് സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. തീരുമാനിച്ചിട്ടുള്ളത് മുൻപ് കൊടുത്ത അഫിഡവിറ്റിൽ അതേ വാചകങ്ങൾ തന്നെ ആവർത്തിക്കുമെന്നാണ്. അതായത് ഞങ്ങൾ ആചാര സംരക്ഷകരാണ്, സർക്കാർ ആചാരം സംരക്ഷിക്കാൻ പോവുകയാണ്, അതാണ് ഞങ്ങളുടെ നിലപാടൊന്നും പറയില്ല. പറയുക എന്താണ്, ഈ ഒരു മാറ്റത്തിൽ അതായത് മതപരമായ ഒരു കാര്യമാണ്, ആ കാര്യത്തിൽ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ ഇടപെടേണ്ടതില്ല, അത് അവരവരങ്ങ് തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് പോവുക, പഴയ നിലപാടിലേക്ക് പോവുക, അങ്ങനെ ഉണ്ടാവുക. അല്ല, അത് പഴയ നിലപാടാണ് എന്നുള്ളതല്ല ഞാൻ അതിനെ കാണുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് മുന്നോട്ട് വെക്കേണ്ടത് ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും, ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ പോലും അവർക്കത് അഭിമാനത്തോടു കൂടി നേരിടാൻ കഴിയുമായിരുന്നു. മറിച്ച് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തന്ത്രവിധി അറിയാവുന്ന ഈ മേഖലയിലെ എക്സ്പേർട്ടായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്, അവരുടെ ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ കൊടുക്കുകയാണ് എന്നൊരു നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രതിലോമകരമായിരിക്കും. അതിന് വലിയ ദൂരവ്യാപകമായി വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മാറി ചിന്തിക്കും. ശരി, ശ്രീ എ സജീവൻ, നോക്കുക, സർക്കാരിൻ്റെ നിലപാടുകൾ ഇപ്പോൾ VS സർക്കാരിൻ്റെ കാലം മുതൽ ഇതുവരെ 2026 വരെ, 2007 മുതൽ 2026 വരെയുള്ള കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതിലോമകരമായി ചിന്തിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ പ്രതിലോമപരത കാണിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ ജാതിഭേദമന്യേ പൂജാരിമാരെ നിയമിക്കാൻ ഉത്തരവിറക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. പക്ഷേ ശബരിമലയിൽ ഇപ്പോഴും ഒരു തന്ത്രി കുടുംബമാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ശബരിമലയിൽ ഉടനടി ഉണ്ടാവുന്ന ഒരു റിഫോർമേഷൻ യുവതികളെ കയറ്റലാണോ, അതല്ല ഈ ഘടനാപരമായ മാറ്റമാണോ, തന്ത്രി കുടുംബത്തിനാണോ അവിടെ അട്ടിപ്പേറാവകാശം തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശബരിമലയുടെ അവകാശം ഞങ്ങൾക്കാണെന്ന് പറയുന്ന മലയാള വിഭാഗമുണ്ട്. അപ്പോൾ കോടതി വഴി ഒരു നവോത്ഥാനം വരികയാണ്, ഒരു റിഫോർമേഷൻ വരികയാണ്. അപ്പോൾ അതിന് ആ സമയത്ത് കോടതി വിധിയല്ലേ പിന്തുണച്ച് കളയാം എന്ന ലേസി ആയിട്ടുള്ളൊരു സമീപനം തിരിച്ചടിച്ചതാണോ ഇക്കാര്യത്തിൽ സർക്കാരിനും CPM ഉണ്ടായത്? ഇതേ സർക്കാർ തന്നെ, അതായത് പിണറായി സർക്കാർ തന്നെ ഇതേപോലൊരു വിഷയത്തിലെടുത്ത തീരുമാനം നമുക്കറിയാം. ശബരിമല പ്രശ്നത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ യുവതികളെ പ്രവേശിപ്പിക്കാം എന്നൊരു ഉത്തരവ് വന്നപ്പോൾ ഉടനെ തന്നെ പ്രവേശിപ്പിച്ചു. ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആളുകൾ
അവർ പോലീസിൻ്റെ പോലീസിൻ്റെ സംരക്ഷണയോട് കൂടിയിട്ടാണ് അതിനകത്ത് പോയതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ സർക്കാർ വളരെ കൃത്യമായിട്ടും അതിനനുകൂലമായ നിലപാടെടുത്തു. അതേ കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ, അതായത് യാക്കോബായ മലങ്കര പ്രശ്നത്തിൽ, പള്ളി തർക്ക പ്രശ്നത്തിൽ ഇപ്പോഴും ഈ ശബരിമല വിധി വരുന്നതിന് മുമ്പെയാണ് ഈ പള്ളി തർക്ക പ്രശ്നം വന്നിട്ടുള്ളത്. അവിടെ അന്ന് സർക്കാർ എടുത്തിട്ടുള്ളത് ഇതൊരു സാമുദായിക പ്രശ്നമായതുകൊണ്ട് അത് വളരെ സെൻസിറ്റീവാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. കോടതി വിധി നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാക്കാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലപാടിൽ ഇപ്പം നമ്മൾ നോക്കും, ആ വിധി വന്നിട്ട് എത്ര കാലമായി, ഇപ്പോഴത് അതേപോലെ അത് സത്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു. അത് ഈ സുപ്രീം കോടതി ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധമായും സ്ത്രീകളെ സർക്കാർ അവിടെ കയറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്നേ പറഞ്ഞുള്ളൂ. അവിടെ പക്ഷേ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ബിന്ദു അമ്മിണിപ്പോൾ ഈ ചർച്ചയിലുണ്ടല്ലോ, അവർ പോയത് പോലീസിൻ്റെ സംരക്ഷണയോടുകൂടിയാണ്. പോലീസാണ് അതിനകത്തെ, കാരണം വേറെ ആർക്കും ഇവരെങ്ങനെ അകത്തെത്തി എന്നുള്ള കാര്യം പെട്ടെന്ന് ആർക്കും അറിയാത്ത രൂപത്തിലാണ് അകത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ പോലീസാണ് അവിടെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാമുദായിക പ്രശ്നമാണ്, സംഘർഷത്തിന് സാധ്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടിപ്പിടിച്ച് അത് തീരുമാനമെടുത്തു. സർക്കാരിന് അന്ന് ഇതേപോലെ അഫിഡവിറ്റ് കൊടുക്കാമായിരുന്നു. കോടതി വിധി ഉണ്ടായപ്പോൾ ഇത് എളുപ്പമല്ല, എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കാം എന്നൊരു നിലപാട് കൊടുത്താൽ കോടതി ഒന്നും ചെയ്യില്ലല്ലോ. യാക്കോബായ മലങ്കര പ്രശ്നത്തിൽ ഇപ്പോഴും കോടതി സർക്കാരിൻ്റെ തലവെട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം കോടതി പോലും പറയാത്തൊരു കാര്യം, നിങ്ങൾ കയറ്റുമെന്ന് കോടതി പറഞ്ഞിട്ടില്ല, അവിടെ കയറ്റിയത് പോലീസാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിനുശേഷമുണ്ടായ തിരിച്ചടിയുടെ ഭാഗമായിട്ട് ഇതേ CPM-ൻ്റെ നേതാക്കന്മാർ, പാർട്ടി മൊത്തമായിട്ട് തീരുമാനിച്ച് അവിടെ തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് പോയി വീടുകളിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി അപ്പോൾ ഈ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗത്തേക്കാണ് അവർ പോയത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് പഴയ നിലപാടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും മാറുകയാണ്. അപ്പോൾ സർക്കാർ കൃത്യമായ നിലപാടെടുത്താൽ മതി. സർക്കാർ നേരത്തെ തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ യുവതികൾ കയറുന്നത് എതിർപ്പില്ല എന്നൊരു അഫിഡവിറ്റ് ഒരിക്കലും നിയമമായിട്ട് വരില്ലല്ലോ. അഫിഡവിറ്റ് കോടതി വിധിയായിട്ട് വരില്ല. കോടതി ഈ സർക്കാരിൻ്റെ അഫിഡവിറ്റ്, ദേവസ്വത്തിൻ്റെ അഫിഡവിറ്റ് ഒക്കെ വാങ്ങിയിട്ട് അത് വെച്ചുകൊണ്ടും മറ്റേ രണ്ട് കക്ഷികളും തമ്മിൽ നടത്തുന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണല്ലോ തീരുമാനിക്കുക. അങ്ങനെ കോടതി ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആവാം. ഇപ്പോൾ കോടതിക്ക് തന്നെ ഇത് കൺഫ്യൂഷൻ വന്നല്ലോ. ഇത് ആദ്യത്തെ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു, പിന്നീട് അതുകൊണ്ട് വിശാല ബെഞ്ചിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച് അവിടെ വെച്ചാൽ കുറേ കൂടി ഇതിൽ ചർച്ച ആവശ്യമാണ്, ഇത് കുറേ കൂടി പ്രശ്നങ്ങളുണ്ടെന്ന് വന്നു. അത് മാത്രമല്ല ഈ തീരുമാനത്തിൽ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച ന്യായാധിപന്മാർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സെൻസിറ്റീവ് ആയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആദ്യം കൈകാര്യം ചെയ്തെടുത്ത് വലിയ പാളിച്ച പറ്റി. അതാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ സർക്കാർ ശരിക്കും ആ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിട്ട് മാറും. ആ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അപ്പോഴുമുണ്ട്. ഇപ്പോൾ സർക്കാർ ഇതൊക്കെ മാറ്റി പഴയ നിലപാട് മാറ്റിയെന്ന് വിചാരിക്കുന്ന NSS-ഉം SNDP യോഗവും ഇവരാണല്ലോ ഇപ്പോൾ പിന്തുണ കൊടുത്തിട്ടുള്ളത്. രണ്ട് കൂട്ടരും സർവാത്മന പിന്തുണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറിയാൽ അതുണ്ടാക്കുന്ന തിരിച്ചടിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഈ അഫിഡവിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുന്ന ഒന്നായിട്ടത് മാറും. സർക്കാർ കൃത്യമായിട്ടും എന്താണോ തങ്ങൾക്ക് പറയാൻ, ഒരുപക്ഷെ സർക്കാർ ചെയ്യാവുന്നൊരു കാര്യം പോലും ഇതാണ്, ഞങ്ങൾ നേരത്തെ എടുത്തുള്ള അതേ നിലപാടിലാണ്, കോടതി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ശരി, ശ്രീ രാജേഷ് ചിറപ്പാട്, ഇവിടെ സർക്കാരോ CPM-ഓ അവരുടെ ഒരു മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന വ്യാഖ്യാനം ശരിയാകുമോ? അതല്ല, മുൻ നിലപാട് ആവർത്തിക്കുന്നു, കോടതി എന്തു പറയുന്നു അത് പിന്തുടരുക, അത് സർക്കാരിന് പറ്റും. പക്ഷേ ഒരു പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം വേണ്ടേ, നിലപാട് വേണ്ടേ? തീർച്ചയായിട്ടും ഇന്ന് ഈ ചർച്ച ഉയർന്നു വന്നതിന് ശേഷം, ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അഫിഡവിറ്റ് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടില്ല കേട്ടോ. മന്ത്രിസഭാ യോഗം നാളെയും തുടരും. അത് പല കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങളിലും മന്ത്രിസഭാ യോഗം ഉണ്ട്, ഈ വിഷയം മാത്രമല്ല. അപ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടില്ല, നാളെയാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്. മന്ത്രിസഭാ യോഗം ഈ 7 മണി വരെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പം നാളെയും അത് തുടരും. അപ്പോൾ സത്യവാങ്മൂലം എന്താണ് എന്ന് നമ്മൾക്കറിയില്ല, എന്താണ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന നിലപാടെന്ന് നമുക്കറിയില്ല. നിലപാട് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും സർക്കാർ ഇതാ യു ടേൺ എടുത്തിരിക്കുന്നു. ഈ യു ടേൺ എന്നുള്ള വാക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്, എയറിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് കേരള ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള സത്യവാങ്മൂലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് അറിയേണ്ടതുണ്ട്. അറിയാതെ ഈ വിഷയത്തിൽ നമുക്ക് ഒരു കാര്യം ഈ രീതിയിൽ സർക്കാർ പിന്നോട്ട് പോകുന്നു, കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റിന്റെ അതേ നിലപാടിൽ നിന്നുകൊണ്ട് പുതിയ നിയമപരവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും. അതിനർത്ഥം ഈ മാറ്റം വല്ലതും വരണമെങ്കിൽ അത് കോടതി ഇടപെടേണ്ടതില്ല എന്ന പഴയ നിലപാട് തന്നെ പറയുമായിരിക്കും. അല്ല ഇതിൻ്റെ പറയുമായിരിക്കും എന്നല്ല, ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ. നിലവിലുള്ള സാമൂഹ്യ സ്ഥിതി പരിശോധിച്ച്, സാമൂഹ്യ പരിതസ്ഥിതി പരിശോധിച്ച് ഉചിതമായ തീരുമാനം ഗവൺമെൻറ് എടുക്കും. വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM വിശ്വാസികൾക്കൊപ്പമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികളുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയം ഇത് ഏതെങ്കിലും സുപ്രീം കോടതിയോ പിന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഏതെങ്കിലും നിയമപരമായ തർക്കമല്ല ഇത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഈ വിഷയത്തിലുള്ളൊരു അഫിഡവിറ്റ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് സുപ്രീം കോടതി വിധിയും സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചും ഈ പറയുന്ന ഗവൺമെൻറ്റും തമ്മിൽ എന്തോ വലിയ ക്ലാഷ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തോ വലിയ നിയമയുദ്ധങ്ങൾ നടക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കാണാതെ നമ്മൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ബഹുമാന്യനായ ബിന്ദു അമ്മണി അടക്കമുള്ള ആളുകൾ അവിടെ ശബരിമല പ്രവേശനത്തിന് ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ ഒരു സുവർണാവസരം എന്നുള്ള നിലയിൽ ഇതിനെ കാണുകയും സമൂഹത്തിലെ ഫ്യൂഡൽ ബോധത്തിൽ നിൽക്കുന്ന പിന്തിരിപ്പന്മാരായിട്ടുള്ള ജാതിജന്മി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും സമൂഹത്തെ പിന്നോട്ട് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ശക്തികളും മുന്നിൽ ഇവിടെ രംഗത്തിറങ്ങി, വിശ്വാസത്തിൻ്റെ പേരിൽ രംഗത്തിറങ്ങി. സാധാരണ വിശ്വാസികളല്ല, അത് രാഷ്ട്രീയമായി അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെതിരെ വലിയ കലാപഴിച്ചു വിടുക, ഒരു വർഗീയ സംഘർഷം, ഒരു സാമുദായിക സംഘർഷം സമൂഹത്തിലുണ്ടാക്കുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ കൂടി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ജാതീയമായി അധിക്ഷേപിക്കുന്ന നിലയുണ്ടാകുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയുണ്ടാകുക, ഇതെല്ലാം കേരളത്തിൽ കണ്ടതാണ്. ഇപ്പം സാധാരണക്കാരായ ഒരു വിശ്വാസികളും അതിൻ്റെ കൂടെ ഇല്ല. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു കേരളത്തെ ഒരു വർഗീയ സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ കണ്ടതാണല്ലോ. ശബരിമലയ്ക്കകത്ത് നമ്മൾ കണ്ടതല്ലേ ഈ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാർ അവിടെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് കണ്ടതല്ലേ നമ്മൾ. ശാരീരിക ആക്രമണം വരെ നടത്തിയില്ലേ. അപ്പോൾ ഇങ്ങനെ കേരളത്തെ മുഴുവൻ ഒരു വർഗീയ സംഘർഷ ഭൂമിയായി സാമൂഹ്യമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢപദ്ധതി, രാഷ്ട്രീയ പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ കൃത്യമായി ഫലപ്രദമായി ചെറുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. ഈ രാജേഷ് ചെറുപ്പാട് അങ്ങ് വിശദീകരിച്ചതുപോലെ സാധാരണക്കാരായ വിശ്വാസികൾ ആ നിലപാടുകൾക്കൊപ്പം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. നമ്മുടെ മുമ്പിലുള്ളത് വ്യത്യസ്ത തരം വിശ്വാസികളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബിന്ദു അമ്മണി ഒരു നിമിഷം, ഇവിടെ ഇരിക്കുന്ന ബിന്ദു അമ്മണി വിശ്വാസിയാണ്. ബിന്ദു അമ്മണിയോടൊപ്പം സർക്കാരുണ്ടോ? ഒരു ചോദ്യമാണ്. അവിടെ ശബരിമലയിൽ സ്ത്രീയുടെ തലയിൽ നാളികേരം അടിച്ചുടച്ച ഒരു യുവാവുണ്ട്, അവരും വിശ്വാസിയാണ്. അയാളോടൊപ്പമാണോ സർക്കാർ? ഇനി അതല്ല, നിശബ്ദ ഭൂരിപക്ഷം അവരോടൊപ്പമാണോ സർക്കാർ? എങ്കിൽ നിശബ്ദ ഭൂരിപക്ഷത്തിന്റെ നിലപാടെന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരവുണ്ട്. എന്താണ്? ഇതുപോലുള്ള തലയ്ക്കടിക്കാനും അവിടെ ശബരിമലയിൽ സംഘർഷ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ശക്തികൾ, വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ്. ഒരു തരത്തിലുള്ള ബിന്ദു അമ്മണി എന്താ ചെയ്തത്? സുപ്രീം കോടതി ബിന്ദു അമ്മണി എന്താണ് ചെയ്തത്? ബിന്ദു അമ്മണിയോടൊപ്പം സർക്കാരുണ്ടോ? രാജേഷ് ചെറുപ്പാട് നടപ്പിലാക്കാനുള്ള ബിന്ദു അമ്മണിയോടൊപ്പം അല്ലേ അന്ന് സർക്കാർ നിന്നത്? നമ്മൾ ഇപ്പോൾ ഉണ്ടോന്ന ചോദ്യം അന്നുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ? ബിന്ദു അമ്മണിയെ സുപ്രീം കോടതി ബിന്ദു അമ്മണിയോടൊപ്പം സർക്കാരുണ്ടോ? ഏറ്റവും എളുപ്പം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സർക്കാരിന്റെ നിലപാട്, CPM-ന്റെ നിലപാട് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സർക്കാരും CPM-ഉം ബിന്ദു അമ്മണിയോടൊപ്പം ഉണ്ട്. ബിന്ദു അമ്മണി മാത്രമല്ല, എല്ലാ വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യരോടൊപ്പവും ഈ ഒരു തരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങളും ഇല്ലാതെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടൊപ്പവും ഉണ്ട് എന്നുള്ളതാണല്ലോ അന്നും ഇന്നും നിലപാട്. ഇതിലെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഇത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സാമുദായികമായ ധ്രുവീകരണത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ലല്ലോ. ഉണ്ടോ?
ഇല്ലെന്നാണ് അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്. ബിന്ദു അമ്മിണി ഒരു തരത്തിലുള്ള ബിന്ദു അമ്മിണി സുപ്രീം കോടതി വിധിയെ തുടർന്ന് സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ കയറിയ ആളാണ്. അതുപോലെ 52 പേർ കയറിയിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 52 പേർ. ആ 52 പേരോട് ബിന്ദു അമ്മിണി ഒരു പ്രതീകം മാത്രമാണ്. ആ 52 പേരോടൊപ്പമാണോ സർക്കാർ? ഞങ്ങൾ 52 പേരോടൊപ്പമുണ്ട്, അവർ ഉൾക്കൊള്ളുന്ന വിശ്വാസ സമൂഹത്തോടാണ് സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് സർക്കാർ പറയുമോ? സർക്കാർ എങ്ങനെ ഏതെങ്കിലും ബിന്ദു അമ്മിണിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടല്ലോ സർക്കാർ ഒരു ഗവൺമെൻറ്റിന് എന്താ നിലപാടെടുക്കേണ്ടത്? ഗവൺമെൻറ് നിലപാടെടുക്കുന്നത് അങ്ങനെയാണോ? ഗവൺമെൻറ് ബിന്ദു അമ്മിണിയുടെ കൂടെയാണോ? ഇനി അങ്ങനെയല്ലല്ലോ അതിൻ്റെ നിലപാട്. ഗവൺമെൻറ് വിശ്വാസവുമായി സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ കൂടെയാണുള്ളത്. ഒരു തരത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ബിന്ദു അമ്മിണി സാധാരണ വിശ്വാസിയാണോ രാജേഷ്? ഐക്യത്തെയും ബിന്ദു അമ്മിണി സാധാരണ വിശ്വാസികളിൽപ്പെട്ടവരാണോ? അത് എന്നോടാണ് ചോദിക്കേണ്ടത്. അല്ല, അത് ബിന്ദു അമ്മിണിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോടല്ല ചോദിക്കേണ്ടത്. അതായത് ബിന്ദു അമ്മിണിയോടൊപ്പം അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണിയോട് സാധാരണ വിശ്വാസിയോടൊപ്പം സർക്കാരും പാർട്ടിയും എന്ന് പറയുമ്പോൾ അതിൽ ബിന്ദു അമ്മിണി പെടില്ല എന്നാണ് രാജേഷിന്റെ നിലപാട്. അല്ല അഡ്വക്കേറ്റ് അല്ല ഒരിക്കലുമല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി അടക്കമുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുത്തൊരു ഗവൺമെന്റ് അല്ലേ ഈ ഗവൺമെന്റ്. ആ സംരക്ഷണം ഇപ്പോഴുണ്ടോ? അവിടെ യുവതീ പ്രവേശനം കോടതി പറഞ്ഞിട്ടില്ല. ബിന്ദു അമ്മിണി നാളെ ശബരിമലയിൽ പോയാൽ അന്നത്തെ സംരക്ഷണം കിട്ടുമോ എന്നാണ് ചോദ്യം. അല്ല അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഒരു സാങ്കല്പികമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ബിന്ദു അമ്മിണി താങ്കൾ ഇപ്പോൾ പോകാൻ റെഡിയാണോ? അല്ല, നമുക്ക് നേരിട്ട് ചോദിക്കാലോ. സാങ്കല്പികമല്ല. ബിന്ദു അമ്മിണി താങ്കൾ ഇപ്പോൾ പോകാൻ തയ്യാറാണോ സർക്കാർ പിന്തുണയ്ക്കുമെങ്കിൽ? ബിന്ദു അമ്മിണി അല്ല, ഇതിനകത്ത് കോടതി വിധി വന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ പോയിട്ടുണ്ട്. ഞാനും കനകദുർഗയും മറ്റ് 52 പേര് പോയിട്ടുണ്ടെന്ന് സർക്കാർ തന്നെ സത്യവാങ്മൂലം കൊടുത്തതാണ്. എനിക്ക് പറയാനുള്ളത്, പി കൃഷ്ണപിള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ കൂടി ആ പി കൃഷ്ണപിള്ളയെ തല്ലിക്കൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. സഖാവ് പി കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്ന ആളുകളല്ല. പക്ഷെ അവരൊക്കെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ഇതുപോലെയുള്ള അവകാശങ്ങളൊക്കെ നേടിത്തന്ന ആളുകളാണ്. അത്തരം ആളുകളെ, ഇവരുടെ മുൻപുണ്ടായിരുന്ന ആളുകളെ അടക്കം തള്ളിപ്പറയുന്ന നിലപാടാണ് ഇന്ന് ഇടത് സഹയാത്രികനായ രാജേഷ് ചെറുപ്പാട് അടക്കം മുന്നോട്ട് വെക്കുന്നത്. ബിന്ദു അമ്മിണിക്ക് മുമ്പ് സംരക്ഷണം കൊടുത്തിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ബിന്ദു അമ്മിണിക്ക് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ബിന്ദു അമ്മിണിയോ കനകദുർഗയോ അല്ലെങ്കിൽ റഹ്ന ഫാത്തിമയോ ഇതുപോലെ നിരവധിയായ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ സമയത്ത് മാത്രം വന്നിട്ട് നമ്മളോട് ഒപ്പമുണ്ട് എന്ന് പറയാന്നുള്ളതല്ല. ഇത്തരം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന പി കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിലനിൽക്കൊണ്ടിരുന്ന പി കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ, EMS മിനിസ്ട്രി, ഇതുപോലെയുള്ള അന്ന് നിലവിലുണ്ടായിരുന്ന നിരവധിയായിട്ട് ഇപ്പോൾ ഗൗരിയമ്മയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ട് അവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന എന്നെപ്പോലെയുള്ള പുതുതലമുറയിൽപ്പെട്ട പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ ഞങ്ങളെയൊക്കെ പിൻവലിയാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പോൾ ഇടത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സപ്പോർട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നും നിലവിൽ ഇപ്പോഴും വിധിക്ക് സ്റ്റേ ഇല്ല. ശരി, ശ്രീ വസന്ത് സിറിയക്ക്, ശബരിമല വിധി വന്നതിന് ശേഷം വിധി വന്ന് 2 നിലപാട് സ്വീകരിച്ച 2 കൂട്ടരാണുള്ളത്. ഒന്ന് RSSും BJPയുമാണ്. ആദ്യം അവരതിനെ സ്വാഗതം ചെയ്തു, പിന്നീട് അതിനെ തള്ളി പറഞ്ഞു. രണ്ടാമത് കോൺഗ്രസ്സുകാരാണ്. രാഹുൽ ഗാന്ധി വിധിയെ വെൽക്കം ചെയ്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അത് പറ്റില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ പൊതുവെ ദേശീയ തലത്തിൽ തന്നെ നയം തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയമാണ് വിശ്വാസികളോടൊപ്പം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റ് ഒരു യു-ടേൺ ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവർ 2007-ലും 2017-ലും ഒക്കെ കൊടുത്ത അതേ അഫിഡവിറ്റിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും കൊടുക്കാൻ പോകുന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. അജിംസ് അങ്ങേക്ക് ഉത്തരം പറയാൻ മുമ്പ് 2 പേർക്ക് ഉത്തരം. ഒന്ന് ബിന്ദു അമ്മിണിയാണ്. ബിന്ദു അമ്മിണി പറഞ്ഞത് ഞാൻ ഇതാക്കുന്നത് ഏതാണ് KR ഗൗരിയമ്മ അടക്കമുള്ളവരെ കണ്ടാണ്, അവരെ ഈ പാർട്ടി വളർത്തിയത് കണ്ടാണ് ഞാൻ ഈ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്നത്. കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് പോസ്റ്റർ ഒട്ടിച്ച് പാടി നടന്ന് ആ പാവത്തെ കൊണ്ടുപോയി നടത്തി ഏറ്റവും അവസാനം മാറി നിൽക്കുക അങ്ങട്. അതിന്റെ ബാക്കി KR ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ജാതി അധിക്ഷേപം നടത്തിയ പാർട്ടിയാണ്. അപ്പൊ ഗൗരിയമ്മയെ പറ്റിച്ചവർ നിങ്ങളെ പറ്റിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ ഏതോ മൂഢസ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പ്രിയപ്പെട്ട ബിന്ദു അമ്മിണി. ഇനി രാജേഷ് ചെറുപ്പാട്, ഇപ്പൊ മറ്റൊരു ചാനലിൽ ഞാൻ ഇദ്ദേഹത്തെ പറ്റി തന്നെ പറയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഏതോ ടൈം ട്രാവലറാണ്. അദ്ദേഹം 2018 ഈ വിധി വന്ന സമയത്ത് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ് ഇവിടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് സർക്കാർ ഇടപെട്ടു. എന്താ സർക്കാരിന്റെ ഇടപെടൽ? ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി.
ഈ വിധി വന്നതിന്റെ പിറ്റേ ദിവസം അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പറഞ്ഞെന്താ, അവിടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു സുവർണാവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഘ് പരിവാർ ശക്തികൾ അവർ കളം നിറഞ്ഞ് ആടാൻ തീരുമാനിച്ചു എന്ന് സർക്കാരിന് എപ്പോഴാണ് മനസ്സിലായത്? ആ കാര്യമാണ് അഡ്വക്കേറ്റ് വസന്ത് ശ്രീക്ക് ഞാൻ പറഞ്ഞത്. ആ കാര്യം പറഞ്ഞത് അത് മനസ്സിലായ ശേഷവും ആ സംഘ് പരിവാറിന് അവസരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു ഡസൻ ഇത്തരം വിധികളിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനപ്പുറത്തേക്ക് ഞാനൊരു നവോത്ഥാന നായകനാവാൻ പോവുകയാണ്, അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുദേവനും ചാവറയച്ചനും ഒക്കെ അപ്പുറത്ത് നാളെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ NCERT ബുക്കിലും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബുക്കിലുമൊക്കെ ഇത് ലേറ്റസ്റ്റ് നവോത്ഥാന നായകൻ പിണറായി വിജയൻ എന്ന് കാണണം എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഈ ഇരിക്കുന്ന ബിന്ദു അമ്മനിക്കും കനകദുർഗയ്ക്കും രഹന ഫാത്തിമയ്ക്കും തുടങ്ങി ഒരു ലെഫ്റ്റ്, തീവ്ര ലെഫ്റ്റായി അവർ തന്നെ തിരുത്തി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു ലെഫ്റ്റ് ഐഡന്റിറ്റി ഉള്ളവരെ ഒരുപക്ഷെ നിർബന്ധിച്ച് എന്ന കണക്കിന് അവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തി. അല്ല, ഇനി അങ്ങനെ ശ്രമിച്ചാൽ എന്താ കുഴപ്പം വസന്തേ? ഇപ്പൊ സർക്കാർ അങ്ങനെ ശ്രമിച്ചാൽ എന്താ കുഴപ്പം? അതൊന്ന് പറയും. അവിടെ പ്രശ്നമുണ്ട്. ഇപ്പൊ സർക്കാർ പറയാണ് ബിന്ദു അമ്മണിയോട് വാ ശബരിമലയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പൊ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇപ്പൊ അത് പറയില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, നിങ്ങൾ അത് കുറ്റമാതിരി പറയുന്നതുകൊണ്ടാണ്. അതെന്തോ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നൊക്കെ എന്തോ കുറ്റാവുന്നത് എങ്ങനെയാണ്? അല്ല, നിർബന്ധിച്ചു അല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. സുപ്രീം കോടതിയുടെ വിധി എന്താ? സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും വിശ്വാസിയായ സ്ത്രീ, യുവതി അവർ അവിടേക്ക് കടന്നു വരണം, വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട്. ഒരു ഡിവോട്ടിയായ വിശ്വാസിയായ എന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസിയായ സ്ത്രീ അവിടേക്ക് വരണമെന്ന് സ്വമേധയാ തീരുമാനിച്ചാൽ സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ അന്ന് കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊന്നും തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ അല്ല. ഒരാളുടെ ഡിവോഷൻ, ഒരാൾ ഡിവോട്ടി ആണോ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് അത് തീരുമാനിക്കുന്നത്? അല്ല, അതിലൊരു പ്രശ്നമുണ്ട് അജിംസ്. ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. കനകദുർഗയുടെയും രഹന ഫാത്തിമയുടെ, ബിന്ദു അമ്മണിയുടെ ഞാൻ കണ്ടിട്ടില്ല. കനകദുർഗയുടെ ഫേസ്ബുക്ക് അങ്ങ് എടുത്തു നോക്കണം. അവർ മതം ഉപേക്ഷിച്ച ആളാണ് എന്നാ പറയുന്നത്. മതം ഉപേക്ഷിച്ച ആളാണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്ത ഒരാൾ എങ്ങനെയാ വിശ്വാസിയാവുന്നത്? അതിന് ഉത്തരം പറയാമോ? വസന്ത് ഏത് മതവിശ്വാസമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദു മതത്തിൽ നിങ്ങളൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ പോലും അയാൾക്ക് ഡിവോട്ടി ആവാം, നിരീശ്വരനായിക്കൊണ്ട് ഡിവോട്ടി ആവാം, ഒരു മതവും ഫോളോ ചെയ്തിലും ഡിവോട്ടി ആവാം. പറ്റില്ല. എന്താ പറ്റില്ലാതെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ്, അജിംസ് മുസ്ലിം വിശ്വാസിയാണ് എന്നാ ഞാൻ വിശ്വസിക്കാം. നമ്മൾ രണ്ടുപേരും നാളെ സ്വമേധയാ റിലീജിയൻ ഇല്ല നമുക്ക് എന്ന് പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്ത് നമ്മൾ നാളെ തൊട്ട് മതമില്ലാത്തവരാവും, എത്തയിസ്റ്റുകളാവും. നമുക്ക് മതം വേണം, നിരീശ്വരവാദികളാവണമെന്നില്ല, മതം ഉപേക്ഷിച്ചവരാവും. ആ മതം ഉപേക്ഷിച്ചു എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഡിവോട്ടിയോ വിശ്വാസിയോ ആവില്ല. അത് ഹിന്ദു മതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കുംഭമേളയ്ക്ക് ഇവിടെ നിന്ന് യുക്തിവാദികൾ ബസ് വിളിച്ച് ടൂറായിട്ട് പോകുന്ന രാജ്യമാണിത്. യുക്തിവാദി അത് ഞാൻ സമ്മതിച്ചെന്നേ. പക്ഷെ അവിടെ നിയമത്തിന്റെ മുമ്പിലത്തെ കാര്യമായി കൺവെൻഷൻ എത്രയോ പേര് വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ വിഷയം ധാരണയില്ലാത്തത് കൊണ്ടാണ്. വസന്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. RSSന്റെ ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ VR സവർക്കർ അദ്ദേഹം ഒരു എത്തിസ്റ്റായിരുന്നു. ശ്രീ അജിംസ്, ഞാൻ അങ്ങോട്ട് വളരെ കൃത്യമായി പറഞ്ഞു. RSS ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ ഇത് ഹിന്ദുത്വം എഴുതി വെച്ച സവർക്കർ എത്തയിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയാണ് പ്രശ്നം. അവിടെ നിയമത്തിന്റെ ഒരു ബാരിക്കേഡ് ഉണ്ട്. ആ ബാരിക്കേഡ് കൃത്യമായി പറയുന്നത് വിശ്വാസിയായ സ്ത്രീ വന്നാൽ പ്രവേശിപ്പിക്കാമെന്നുള്ളതാണ്. അതിനപ്പുറത്ത് സർക്കാർ ഒരു അനാവശ്യമായ തിടുക്കം ആ വിഷയത്തിൽ കാണിച്ചു എന്നത് തന്നെയാണ് നിലപാട്. അവിടെ എന്താ പ്രശ്നമെന്ന് അറിയാമോ? ഇപ്പൊ അജിംസ് പോലും തള്ളിക്കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഈ സംസ്ഥാനത്തെ ഒരു മൂന്നാമത്തെ കക്ഷിയെ BJP വളർന്നു വന്നെങ്കിൽ അത് ശബരിമല സമരത്തിന്റെ മണ്ണിലാണ് അവർ വളർന്നത് എന്നതിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സ്പേസും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ പക്ഷേ ഈ നിലപാടായിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. അവസരമുണ്ടാക്കി കൊടുത്തു. രാഹുൽ ഗാന്ധിക്ക് നിലപാടേ ആയിരുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിച്ചതാണ്. കടകംപള്ളി, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ നിലപാടെന്നായിരുന്നു. അതുകൂടി പറയൂ. അപ്പോ വളരെ കൃത്യമായ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടടക്കം ഞാൻ പറയാം. ഞാൻ അതിൽ നിന്നൊന്നും സ്കിപ്പാവില്ല. നോക്കൂ, ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് CWC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് ഒരു വിഷയത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ്. ആ CWC ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട്, വെൻ കോൺഗ്രസ് വാസ് ഇൻ പവർ, രണ്ടിടത്തും ഈ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്താ?
അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിനെ തിരുത്തിക്കൊണ്ട് അങ്ങനെയല്ല, ശബരിമലയിലുള്ളത് സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയമല്ല, റൈറ്റ് ടു ഇക്വാലിറ്റി അട്രാക്ട് ചെയ്യില്ല, അവിടെ യുവതീ പ്രവേശനമാണ് പ്രശ്നമായി നിൽക്കുന്നത്, അത് റൈറ്റ് ടു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് വളരെ കൃത്യമായി എന്താണ് അവിടുത്തെ നിയമ പ്രശ്നമെന്ന് കൃത്യമായ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തതാണ് കൃത്യമായ നിലപാട്. അതിനെ തിരുത്തിയാണ് അങ്ങനെയല്ല, അവിടെ ഉള്ളത് സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയമാണ് എന്ന കണക്കിന് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ എവിടെയാ പ്രശ്നം? ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ബിന്ദു അമ്മണിക്കോ കനകദുർഗയ്ക്കോ ഇനി പോട്ടെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വിശ്വാസി അവിശ്വാസിയോ ആയിക്കോട്ടെ, അവർക്ക് സർക്കാരിനെ ഇപ്പോ സമീപിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് യുവതികളായ സ്ത്രീകൾ വരേണ്ടതില്ല എന്ന് പത്തനംതിട്ട SP-ക്ക് സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വരുന്നത്? സർക്കാരിന്റെ നിലപാട് പറയാതെയാണോ പോലീസ് അങ്ങനെ ഒരു സർക്കുലർ വെളിയിൽ വിടുന്നത്? യുവതികളായ സ്ത്രീകൾ നോട്ട് വെൽക്കംഡ് ടു ശബരിമല എന്നൊരു സർക്കുലർ പുറത്തുവിടുന്നതിന്റെ ആവശ്യകത എന്താ? ഇപ്പൊ നാളെ രാവിലെ ഇവരിപ്പോ നിലപാട് തിരുത്താൻ പോകുന്നു. നിലപാട് തിരുത്തണം, അത് സുപ്രീം കോടതി അംഗീകരിക്കണം, വിധി വരണം. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ടൈമിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചാൽ, ഇപ്പൊ മത്സ്യം തില്ലങ്കേരി അല്ലല്ലോ തൽക്കാലം ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി, ഇദ്ദേഹം തന്നെയാണല്ലോ, അയാളെ സമീപിച്ചാൽ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ ഇല്ലയോ? അതിന്റെ ഉത്തരം പറയട്ടെ. അവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഒരു U-ടേൺ എടുത്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ U-ടേൺ ആണെങ്കിൽ പോലും കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യാണ്. വൈകി വന്ന വിവേകമാണ് എന്നതിൽ സംശയമില്ല. പക്ഷെ ആ വൈകി വന്ന വിവേകം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അതിനുശേഷം വിവിധ മേഖലകളിൽ ഇവർക്കുണ്ടായ തിരിച്ചടിയുടെ പുറത്ത് അതൊരു വോട്ട് ബാങ്ക് ആയി കണ്ടുകൊണ്ട്, അതായത് അതുവരെ എടുത്ത ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എന്നതിന് അപ്പുറത്തേക്ക് 4 വോട്ടിന് നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ. സജീവൻ, ഈ കേസ് ഉണ്ടായത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നൊക്കെ നമുക്കറിയാം. ഇത് വന്ന ഉടൻ തന്നെ RSSും BJPയും നിലപാട് മാറ്റിയത് നമുക്കറിയാം. ഇതിൽ സുവർണാവസരമുണ്ടെന്ന് BJP കണ്ടെത്തുന്നതും എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. എങ്കിൽ ആ സുവർണാവസരം BJPയും RSSും ഉപയോഗിക്കും എന്ന് കാണാനുള്ള ദീർഘദൃഷ്ടി കേരളത്തിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് പിണറായി വിജയന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതാണ്. ഈ കേസ്, ഈ ഹർജി ഫയൽ ചെയ്ത് തന്നെ RSS ബന്ധമുള്ള ആൾ, RSSകാരാണ് സ്ത്രീകൾ, അവരാണ് കേസ് കൊടുക്കുന്നത്. അതിനനുകൂലമായിട്ട് RSSൻ്റെ ഉന്നത നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. ഇവിടെ കേരളത്തിൽ പോലും സഞ്ജയൻ ഈ വിധി വന്നതിന് മുമ്പേ തന്നെ, വിധി വന്ന സമയത്ത് തന്നെ സഞ്ജയൻ എഴുതിയിട്ടുള്ള ലേഖനം നമുക്കറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സർക്കാർ ചെയ്യേണ്ട, സർക്കാർ തീർച്ചയായിട്ടും സർക്കാർ തെറ്റായിട്ടുള്ള കാര്യമല്ല ചെയ്തിട്ടുള്ളത്. വസന്ത് പറയുന്ന പോലെ സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്, അതായത് LDFൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ വിധി. അഫിഡവിറ്റ് കൊടുത്തു എന്നുള്ളത് ഒരു കാര്യം, വിധി വേറൊന്ന്. ആ വിധി വന്നു കഴിഞ്ഞാൽ നടപ്പാക്കലാണ് സർക്കാരിൻ്റെ ബാധ്യത. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്, അത് നിയമമാണ്. ആ നിയമമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നടപ്പാക്കണം. പക്ഷേ അവിടെ തന്ത്രപരമായിട്ട്, അത് അപകടകരമായൊരു സംഭവമാണ് എങ്കിൽ തന്ത്രപരമായിട്ട് സർക്കാർ ചെയ്യാമായിരുന്നൊരു കാര്യം, സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാം, എന്ന് നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാം. സർക്കാരിന് അപകടം ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരം നേരിട്ട് ഇതങ്ങ് നടപ്പാക്കാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാക്കോബായ മലങ്കര പ്രശ്നത്തിൽ അതല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ തന്ത്രപരമായിട്ട് അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിന്ദു അമ്മണിയൊക്കെ കയറിയിട്ടില്ല. എങ്ങനെയാണ് അവർ സ്വയം പെട്ടെന്ന് കയറിപ്പോയതല്ലല്ലോ. അവരതിനകത്തെത്തുന്ന പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാവർക്കും അറിയാം. അപ്പം പോലീസിന് അതിന് കോടതി വിധി അങ്ങനെ നിയോഗിച്ചിട്ടേ ഇല്ല. അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അല്ല, കോടതി വിധി ഉണ്ടായിരിക്കെ ഇവർ ചെല്ലുമ്പോൾ പോലീസ് ഞങ്ങൾ സംരക്ഷണം തരില്ല എന്ന് പറയാൻ പറ്റുമോ? അതല്ല സംരക്ഷണം. പോലീസിനോട് ആ കോടതി വിധി വളരെ കൃത്യമാണ്. പോലീസ് സ്ത്രീകൾ അവിടെ കയറ്റാൻ സർക്കാരിനോ പോലീസിനോ ബാധ്യതയുണ്ട് എന്നല്ല വിധി. സ്ത്രീകൾ അവിടെ പോകുമ്പോൾ ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം. ശ്രീ സജീവൻ, ആ വിധി വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു, ഇതൊരു ഭരണഘടനാപരമായ അവകാശമാണ്. ആ അഭിഭാഷക കൂടിയായ ബിന്ദു അമ്മണി ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുന്നു. ഓക്കെ, ഈ അവകാശം കോടതി എനിക്ക് തരുന്നു, ഞാൻ കയറുന്നു. അവരൊരു ആക്ടിവിസ്റ്റാണ്, അവർ കയറുന്നു, പോലീസ് സംരക്ഷണം കൊടുക്കുന്നു. അങ്ങനെയല്ലേ കാര്യങ്ങൾ നടക്കുക? അതെ ഞാൻ പറഞ്ഞ അവിടെ അവരെ തടയുന്നുണ്ടെങ്കിലാണ് പോലീസിൻ്റെ സംരക്ഷണം കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ടും കയറ്റണം. അതിന് നേരത്തെ വന്നുള്ള ആളുകളൊക്കെ മടങ്ങിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ബിന്ദു അമ്മണിയൊക്കെ അവിടെ കയറുന്നതിന് മുമ്പേ മറ്റു പല ആളുകളും വന്നപ്പോൾ തടഞ്ഞ് അവർ പിറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സത്യത്തിൽ സർക്കാർ ചെയ്തതിൽ തെറ്റില്ല. പക്ഷേ സർക്കാരിന് ഇപ്പോൾ ഈ ഒരു അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പിന്നീട് മാറ്റി പറയേണ്ടി വന്നല്ലോ. ഇപ്പോഴും ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്ന കാര്യം എന്താ, നിലവിലുള്ള സാമൂഹിക
അന്തരീക്ഷം വെച്ചുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് പഴയ നിലപാട് പറയും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലല്ലോ. പഴയ നിലപാട് ഇവിടെ കോടതി സർക്കാരിനോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, യുവതികളെ അവിടെ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള യുവതികളെ അവിടെ കയറ്റേണ്ടതുണ്ടോ, അത് കയറ്റുന്നതിൽ സർക്കാരിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. അതല്ലാതെ വേറെ ഒന്നും പറയേണ്ടില്ല. അപ്പോൾ ആ കാര്യം പറയുന്ന നിലവിലൊരു സാഹചര്യവും നോക്കേണ്ടതില്ല. നേരത്തെ കൊടുത്ത അതേ അഫിഡവിറ്റാണ് സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നതെങ്കിൽ അത് നല്ല കാര്യമാണ്. സർക്കാർ അതിൽ ഉറച്ചു നിൽക്കാം. ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. പക്ഷേ ഇതിനിടയിൽ പറ്റിയത് ഇടക്കാലത്ത് നിർത്തി. എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ, ബിന്ദു അമ്മിണിയൊക്കെ തടഞ്ഞു, അവർ പോയി. പിന്നീട് അതിന് ശേഷം ഇനിയിപ്പോൾ നാളെ ബിന്ദു അമ്മിണിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ റേന ഫാത്തിമയോ ആരെങ്കിലും അവിടെ പോകാൻ തയ്യാറായാൽ സർക്കാർ എന്ത് ചെയ്യും? അങ്ങനെ സംരക്ഷണം കൊടുക്കുമോ? അപ്പോൾ അവിടുന്ന് പിറകോട്ട് പോയൊരു കാര്യമുണ്ട്. അങ്ങനെ പിറകോട്ട് പോകേണ്ടിയിരുന്നില്ല. ആ പിറകോട്ട് ഇപ്പോഴാണല്ലോ ഈ NSS ഉൾപ്പെടെയുള്ള സംഘടനകളെ സർക്കാരിനെ അനുകൂലിക്കുന്ന സർക്കാർ പിറകോട്ട് പോയി ആചാര സംരക്ഷണം പറയുന്നു. ആചാര സംരക്ഷണത്തെക്കുറിച്ച് ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ച് പറഞ്ഞാൽ ആചാര സംരക്ഷണം എന്നല്ലല്ലോ സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഈ പ്രായത്തിനിടയിലുള്ള ആളുകളെ കയറ്റാൻ പറ്റുമോ? ആ നിലപാട് നേരത്തെ VSൻ്റെ കാലത്തും പിന്നീട് പിണറായിയുടെ കാലത്തും കൊടുത്ത് ശരിയാണെന്ന് സർക്കാർ തീരുമാനിക്കാം. അതേപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത് ശരിയാണെന്ന് പറയാം. അത് അവരുടെ നിലപാടാണ്. ആ നിലപാട് മാറ്റം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് നിലവിലുള്ള സാഹചര്യം കൂടി അതിൻ്റെ ആ പരിഗണന എങ്ങനെയാണ് വരുന്നത്? കയറ്റണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരമാണ് പറയേണ്ടത്. ശരി, ശ്രീ ബിന്ദു അമ്മിണി, ഒറ്റ ചോദ്യം. നമ്മൾ ഈ അനാചാരങ്ങൾക്കെതിരെ പോരാടുമ്പോൾ, ഭരണഘടനാദത്തമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, ആ അവകാശങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികൾ ആണ് എന്നും തിരിച്ചറിയണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് EMSൻ്റെയും AKGയുടെയും P കൃഷ്ണപിള്ളയുടെയും കാലത്ത് അന്ന് ജാതി മേധാവിത്വം മുതൽ ഫ്യൂഡലിസം മുതൽ അങ്ങനെ പല പ്രതിലോമ ശക്തികളും ഉണ്ട്. അവർക്കെതിരെയാണ് അവർ പോരാടിയത്. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഭരണഘടനാദത്തമായ നിങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണ്? അത് ജാതി ശക്തികളാണോ, അതല്ല പാട്രിയാർക്കിയാണോ? എങ്കിൽ അവരാരാണ് എന്ന് മൂർത്തമായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇനി അതല്ല, ഒരു വിശ്വാസപരമായ ഒരു കാര്യമാണ് എന്ന് കരുതി ഒരുപക്ഷെ നിങ്ങളോടൊപ്പം മറ്റ് കോഴ്സുകളിൽ നിൽക്കുന്നവർ പോലും നിങ്ങളുടെ പ്രവേശനത്തെ തടയുന്നുണ്ടാവില്ലേ? അപ്പോൾ കുറേ കൂടി കോംപ്ലക്സ് ആയ ഒരു സാമൂഹിക വിഷയമല്ലേ ഇത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ നടന്നിട്ടുള്ള നവോത്ഥാന മൂവ്മെൻറ്റുകളുടെ മുമ്പിൽ നിന്ന ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ജാതി മത സംഘടനകളുടെ ഭാഗമായി നിന്ന ആളുകളല്ല. അങ്ങനെ നിന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ പ്രതിലോമകരമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഈ ജാതി എന്ന് പറയുന്നത് മതങ്ങളുമായി ബന്ധപ്പെട്ടോ ജാതി സംഘടനകളുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതെല്ലാമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലടക്കം ഈ പറയുന്ന NSS, അതുപോലെ തന്നെ SNDP തുടങ്ങി എല്ലാ ജാതി മത സംഘടനകളും ജാതിയെ മുന്നോട്ട് വെക്കുന്ന തരത്തിലേക്ക്, ജാതിയുടെ അപ്രമാദിത്യം മുന്നോട്ട് വെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NSSൻ്റെ ഒക്കെ ഒരു റോള് നമുക്ക് വളരെ വലിയ രീതിയിൽ അറിയാം, ഈ ശബരിമല വിഷയത്തിലടക്കം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ശബരിമല വിഷയം ഒരേ സമയം തന്നെ നമുക്കിതിനെ രണ്ട് തരത്തിൽ സംസാരിക്കേണ്ടി വരും. സമൂഹത്തിലെ ജാതി വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ ഒരുപാട് പേരെ തെരുവിൽ പെയ്ഡായിട്ട് ഇറക്കിയിട്ടാണ് ഈ കലാപം നടത്തിയതെന്ന് പറയേണ്ടി വരും. ആ പെയ്ഡായിട്ട് കലാപം നടത്തുന്ന സമയത്ത്, ശബരിമലയിൽ ഈ പ്രക്ഷോഭം നടന്ന സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ, ശബരിമല ഉൾപ്പെടുന്ന വാർഡിൽ വെറും 9 വോട്ടാണ് BJPക്ക് അവിടെ ലഭിച്ചത്. ലോക്സഭ ബസന്ത് പറയണ്ടായി ലോക്സഭാ ഇലക്ഷൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ. അതിന് പിന്നീട് വന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ കോൺഗ്രസിന് ലീഡ് നേടാനായില്ല. എന്തുകൊണ്ടാണ് നമുക്കറിയാവുന്നതാണ്. സംഘപരിവാറിനെതിരെയുള്ള വോട്ടുകളായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കും ലഭിച്ചത്. അങ്ങനെ ആയിരിക്കെ, അതാണ് വാസ്തവമെന്നിരിക്കെ, ഇതെല്ലാം കൊണ്ടുപോയി വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ കലാപം നടത്തുന്ന, ആഹ്വാനം കൊടുക്കുന്ന ഇതേ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ, മറുഭാഗത്ത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പൂറ്റി പോലെയുള്ള ആളുകൾ ഈ ശബരിമല മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോയപ്പോൾ അവർ ഇടതും വലതും എല്ലാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിന്റെ വളരെ നാഷണൽ ലീഡേഴ്സ് ഒക്കെ അടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ട്, സംഘപരിവാറുമായി ബന്ധമുണ്ട്. ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേവലം ഈ പറയുന്ന തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നിൽക്കുന്ന
പറഞ്ഞത്. തലയിലെ അങ്ങേക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. കോൺഗ്രസിനെ വെക്കിട്ട് വരണ്ട. മനുഷ്യരെ സംരക്ഷിക്കുന്ന നിങ്ങൾ CPM ആണ്, CPM നെ പുകഴ്ത്തിക്കോ. ഇപ്പൊ നിങ്ങളെ പറ്റിച്ച CPM ഉണ്ടല്ലോ, യു-ടേൺ അടിച്ച് നിങ്ങളെ കൂടി കുഴപ്പത്തിലാക്കി CPM. ആ CPM നെ പുകഴ്ത്തുന്നതൊക്കെ നല്ല കോൺഗ്രസിനെ വെക്കിട്ട് അല്ല, ബിന്ദുമണി ഈ ശബരിമല സ്വർണ്ണക്കൊലയിൽ കോൺഗ്രസ്സുകാർക്ക് എന്താണ് പങ്ക് എന്നാണ് വസന്ത് ചോദിക്കുന്നത്. കോൺഗ്രസിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ പോലെ അല്ല, CPM നിങ്ങളെ പറ്റിച്ചെങ്കിൽ കുറച്ചുകൂടി ജെൻസിയായി പറഞ്ഞാൽ CPM നിങ്ങളെ തേച്ചെങ്കിൽ അതിന്റെ വിഷമം നിങ്ങൾക്കുണ്ടാവും. അതിന്റെ പേരിൽ കോൺഗ്രസിനെ വെക്കിട്ട് ശരി 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 ശ്രീ രാജേഷ് ചെറുപ്പാട് ഇവിടെ കുറച്ച് സങ്കീർണമാകാവുന്ന ഒരു പ്രശ്നത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയറിയിൽ അവതരിപ്പിക്കുകയും അതിൽ ഒരു തിയറിയോടൊപ്പം നിൽക്കുകയും ഒരു നവോത്ഥാനം തന്നിലൂടെ സാധ്യമാണെന്ന് ആഗ്രഹിച്ചതല്ലേ പ്രശ്നം. അത് കുറെ കൂടി അവധാനതയോടെ, പ്രത്യേകിച്ചും ക്രമസമാധാന പ്രശ്നമായി മാറാവുന്ന ഒരു കാര്യത്തിൽ അവധാനതയോടെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു, തിരിഞ്ഞു പോകേണ്ടി വരില്ലായിരുന്നു. ഗവൺമെന്റിന് എന്ത് തിരിച്ചടി? അവധാനതയോടുകൂടി പെരുമാറിയത് കൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം കത്തിക്കാൻ വേണ്ടി പല പ്രതിലോമ ശക്തികളും വർഗീയ ശക്തികളും തക്കം പാർത്തിരുന്നെങ്കിലും അത് പരാജയപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് CPM അതിൻ്റെ അകത്ത് എന്തോ മാപ്പ് പറയണമെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു വർഗീയ ഇപ്പം ബഹുമാന്യായ അഡ്വക്കേറ്റ് ബിന്ദു അമ്മണി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ധീരമായ ഇടപെടൽ ഗവൺമെൻറ് വളരെ ഇച്ഛാശക്തിയോടെ ഇടപെട്ടപ്പോൾ ഇവിടെയുണ്ടായ സാമൂഹ്യമായ സംഘർഷങ്ങൾ, വർഗീയമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ ആക്റ്റുകൾ, വലിയ പ്രവർത്തനങ്ങൾ, ഗൂഢാലോചനകൾ, സുവർണകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് BJPയുടെ ആളുകൾ അതിനടുത്ത് ഈ പറയുന്ന യുവതീ പ്രവേശനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പം ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങൾ ഒരു കലാപ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് വളരെ വിവേചനപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാടുമായിട്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് എന്ത് നിലപാടെടുക്കാം. നിലപാടിലൊന്നും ഒന്നും വെള്ളം ചേർക്കണ്ട. ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ നിലപാടെല്ലാം പഴയ നിലപാട് തന്നെ. നിലപാടല്ല ഇവിടുത്തെ പ്രശ്നം. സമൂഹം എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ സമൂഹത്തിൻ്റെ ശാന്തതയും സ്വസ്ഥതയും വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ സ്വൈര ജീവിതം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കാൻ പറ്റില്ല ഒരു തരത്തിലും. അതാണോ ഒരു പുരോഗമനപരമായ നിലപാട്? അങ്ങനെ ഒരു പുരോഗമനപരമായ നിലപാടല്ല ഒരു ഗവൺമെൻറ് എടുക്കാൻ കഴിയുക. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജനാധിപത്യ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതേതെങ്കിലും ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നിയമപരമായ ഒരു പ്രശ്നമാണ്. ആർട്ടിക്കിൾ 25, 26 പോലുള്ള ആർട്ടിക്കിളിലെ ഭരണഘടനാപരമായ ചില സംവാദങ്ങളും വൈരുദ്ധ്യങ്ങളുടെയും ഒരു ഏകീകരണത്തിലേക്കും അതിൽ നിന്ന് സുപ്രീം കോടതി എടുക്കേണ്ട ഒരു നിലപാടിലേക്കും സുപ്രീം കോടതി എത്തും. 7-ന് ഈ വാദം കേൾക്കും. ഈ 9 അംഗ ബെഞ്ച് ഏപ്രിൽ 7-ാം തീയതി വാദം കേൾക്കുകയും ഏപ്രിൽ മാസം 27-നുള്ളിൽ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഒരു വിധി പറയുകയും ചെയ്യും. ഇതിൽ കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള റോളില്ല. 65 പുനഃപരിശോധന ഹർജികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പുനഃപരിശോധിക്കാൻ ഈ പറയുന്ന വിധി. ഇത് ശബരിമല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമലയെക്കുറിച്ച് മാത്രമാണ്. ഇത് കേവലമായ ഒരു ശബരിമല പ്രശ്നമല്ല. സ്ത്രീകളുടെയും വിശ്വാസത്തിൻ്റെയും തുല്യതയുടെയും പ്രശ്നമാണ്. അല്ലാതെ ശബരിമലയിൽ യുവതികൾക്ക് കയറുന്ന വിഷയം മാത്രമല്ലല്ലോ കോടതി എടുക്കുന്നത്. അതുമായി ഒരു നിയമപ്രശ്നം, എത്രയോ വിഷയങ്ങളുണ്ട് അതിനകത്ത് ഒരു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക മുസ്ലിം സമുദായം, എന്താണ് ദാവൂദി ബോറി പോലുള്ള അത്തരത്തിലുള്ള ഒരു സമുദായത്തിനെ സംബന്ധിച്ചുള്ള പരിച്ഛേദന കർമ്മത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പാഴ്സി സമുദായത്തിലെ പാഴ്സി സമുദായത്തിൽ അന്യമതസ്ഥരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിതൃസ്വത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ? അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ ആരാധനാലയ പ്രവേശനത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം യുവതി പ്രശ്നം. അപ്പം ഇത് ഭരണഘടനാപരവും നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഇത് വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ കുരുക്കിലാക്കാൻ നോക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ട്. അതിനെയാണ് ഗവൺമെൻറ് ഫലപ്രദമായ അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് അതിനെ ചെറുക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സഖാവ് MP ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ കാര്യത്തിനപ്പുറത്തേക്ക് വളരെ ക്ലിയർ കട്ടായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമായിരിക്കുമോ? അല്ല, ശബരിമലയല്ല,
ഈ CPM സർക്കാരിന്റെ U-turn നിലപാടുകൾ, ഇരട്ടത്താപ്പുകൾ, ഇരട്ട നിലപാടുകൾ അത് ചർച്ച ചെയ്യപ്പെടും. അത് വിശ്വാസികൾ ചർച്ച ചെയ്യും, അവിശ്വാസികൾ ചർച്ച ചെയ്യും, ആണോ ഇല്ലയോ എന്നുള്ളത് ആയില്ലല്ലോ. നിങ്ങൾ പലരും ചർച്ച ചെയ്യും. ഒരു കാര്യം, ഒരു മിനിറ്റിൽ താഴെ ഞാനത് പറയാം. ഇപ്പൊ രാജേഷ് ചെറുപ്പാട് പറയുന്നത് പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. അതായത് വിധി വരുന്നു, വിധി വന്നപ്പോ ഇവർ ഇത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഉടനെ സംഘ് പരിവാർ ശക്തികൾ അവിടെ വലിയ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു. അത് അവർ പച്ചയായി പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് അവിടെ സമരരംഗത്തുണ്ട്. ആ സമയത്ത് ഇവർ ഈ നിലപാട് തിരുത്തിയോ? ഇപ്പൊ രാജേഷ് പറയുന്ന പോലെ കലാപത്തെ തടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കലി ആ നിലപാടെടുക്കേണ്ടത് ആ സമയത്താണ്. ആ സമയത്ത് തൽക്കാലത്തേക്ക് നമുക്ക് സർവകക്ഷി യോഗം വിളിച്ച് ബാക്കി കാര്യങ്ങൾ കോടതിയെ അറിയിക്കാം, തൽക്കാലം ഇത് പോസിബിൾ അല്ല എന്ന് കോടതിയെ അറിയിക്കാം എന്നാണ് സർക്കാർ നിലപാടെടുക്കുന്നത്. അത് എടുത്തില്ല എന്ന് മാത്രമല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷന് രണ്ടിടത്ത് ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് മത്സരിക്കാൻ. അപ്പൊ വസന്ത് പറയുന്നത് എന്താണ്? ഈ സുവർണാവസരം ഒരുക്കാൻ BJP സർക്കാർ സഹായിച്ചു എന്നാണോ? 100%. എന്താ സംശയം? ശബരിമലയിലെ സ്ത്രീ പ്രവേശനം RSSന്റെ സൈദ്ധാന്തിക ഐഡിയ. കാരണം അവിടെ യുവതീ പ്രവേശനം നടത്തിക്കൊണ്ട് അതിന്റെ ബേസിസിൽ യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് RSS നടത്തിയത്. അതുകൊണ്ടാണല്ലോ RSS കാര്യം തന്നെയാണ് ഈ കേസുമായി മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഓർമ്മയില്ലേ, പട്ടാളത്തെ ഇറക്കിയിട്ടാണെങ്കിലും യുവതികളെ അവിടെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞത് RSS ആണ്, സുബ്രഹ്മണ്യ സ്വാമിയാണ്. പക്ഷേ അതിനനുകൂലമായി പിന്നീട് അവർ തിരിച്ചറിയുന്നു ഇവിടെ ഒരു സുവർണാവസരമുണ്ട്, അതവർ പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ രാജേഷ് പറയുന്നത് പോലെയാണെങ്കിൽ ആ സമയത്താണ് സർക്കാർ നിലപാട് തിരുത്തേണ്ടത്. ഇതാ കലാപത്തിന് സംഘ് പരിവാർ ഇവിടെ കോപ്പ് കൂട്ടുന്നു, അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ ഈ ഐഡിയ ഡ്രോപ്പ് ചെയ്യണം, ഞങ്ങൾ കോടതി ഇത് അറിയിക്കും. അപ്പോഴങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, സംഘ് പരിവാർ ശക്തികൾക്ക് അവിടെ അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ വെറുതെ മാപ്പ് പറഞ്ഞ പോരാ, അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്ത് ആൾക്കാരെ വിളിച്ചുകൂട്ടി, ഇവിടുത്തെ മതേതര മനസാക്ഷിയെ മുഴുവൻ വിളിച്ചു കൂട്ടി നെഞ്ചത്തടിച്ചു പറയണം എന്റെ പിഴ, എന്റെ വലിയ പിഴയെന്ന്. അല്ലെങ്കിൽ ഇവിടുത്തെ സെക്യുലർ മനസാക്ഷിക്ക്, സെക്യുലർ ഫ്രെയിംവർക്കിന് ഉണ്ടാക്കാവുന്ന എല്ലാ ചതവും ഒടിവും പരിക്കും അത് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് കൈയും കെട്ടി മാറി നിന്ന് നോക്കി ചിരിച്ചവരാണ് ഈ സർക്കാർ. എന്നിട്ട് ഇപ്പൊ തിരുത്താൻ പോവാ, എന്നിട്ട് പറയാ ഞങ്ങളയ്യോ കലാപത്തെ അങ്ങ് ഇല്ലാതാക്കാൻ പോകുന്നു. ഇപ്പൊ കലാപ അന്തരീക്ഷമുണ്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ട്? എന്റെ ചോദ്യമാ രാജേഷ്, അങ്ങ് പറ. ഇപ്പൊ ഇത് പെട്ടെന്ന് തിരുത്താൻ നിലവിൽ ശബരിമല സമരമുണ്ടോ? ഇല്ല. ശബരിമലയിൽ കലാപാന്തരീക്ഷമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നിങ്ങളുടെ പോലീസ് തന്നെ ഈ നിലപാട് അൺഒഫീഷ്യലി തിരുത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ തവണ യുവതികൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞത്. നിങ്ങളുടെ പോലീസ് പറഞ്ഞത് അത് നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടായോണ്ടാ. അങ്ങ് പറയുന്ന പോലെ നാളെ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കൊന്നും വേണ്ട. അത് ഏത് പൊട്ടക്കൊച്ചിനും അറിയാം. നഴ്സറി വിദ്യാഭ്യാസമുള്ള ഏത് കൊച്ചിനോട് ചോദിച്ചാലും പറയും. കാരണം എന്താ? നിങ്ങളുടെ സർക്കാർ കഴിഞ്ഞ മണ്ഡലകാലത്ത്, നിങ്ങളുടെ സർക്കാരിന്റെ പോലീസ് കഴിഞ്ഞ മണ്ഡലകാലത്ത് ഒരു സർക്കുലർ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. അതെന്താ? യുവതികൾ, യങ് ലേഡീസ് ആർ നോട്ട് വെൽക്കംഡ് എന്നുള്ളതാണ്. അവർ വരേണ്ടതില്ല എന്ന് നിങ്ങളുടെ സർക്കാർ പറഞ്ഞു. നിങ്ങളുടെ സർക്കാർ നിലപാട് തിരുത്തിയിട്ടുണ്ടേ. ആ തിരുത്തിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. കാരണം സംഘ് പരിവാറിന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘ് പരിവാർ ഫ്രെയിംവർക്കിന്, ശരി, എന്തായാലും ക്ഷേത്രപ്രവേശന വിളംബര കാലത്തേതുപോലെയോ ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹ കാലത്തേതുപോലെയുള്ള ഒരു സാമൂഹിക ഘടനയുള്ള കേരളമല്ല ഇത് എന്ന് തെളിയിക്കുന്ന ഒന്നുകൂടിയായിരുന്നു ശബരിമല പ്രക്ഷോഭം. കാരണം അന്ന് നമ്മൾ പുരോഗമനം എന്ന് കരുതിയ പലതും ഇന്ന് പുരോഗമനമല്ല, പണ്ട് നമ്മൾ റിഗ്രസീവ് എന്ന് കരുതിയ പലതും ഇന്ന് റിഗ്രസീവുമല്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളം എവിടെയാണെന്ന ചോദ്യവും ഈ അഫിഡവിറ്റിനൊപ്പം ഉയരേണ്ടതാണ്.